കണ്ട അങ്ങനെ അടിപൊളിയായിട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പാകമാവണം, ഒരു ഹാഫ് ആൻ അവറെങ്കിലും കഴിയണം. കഴിഞ്ഞാൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹൽവ ചെയ്യാനായിട്ട് ഞാനിതാ ഇവിടെ 2 തവി ഗോതമ്പ് മാവ് എടുത്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവിന് കുഴക്കില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു കുഴച്ച് കൊടുക്കണം. അങ്ങനെ സോഫ്റ്റായിട്ടൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടെല്ലാം ഒന്നങ്ങ് മിക്സ് ആവണം. ഇതിലിനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണി നേരം അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അതിലരിഞ്ഞ് വെള്ളം പോലെ കിട്ടാൻ വേണ്ടി ഒരു അരമണി നേരം നമ്മൾ അതിനെ കുതിർക്കാനിടണം. അതായത് ഈ ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിത് കുറച്ച് നേരം ഒന്ന് കുതിരട്ടെ നന്നായിട്ട്. നമുക്ക് ഈ ഗോതമ്പിൻ്റെ പാലാണ് ആവശ്യം. അതായത് നമുക്ക് തിക്കായിട്ട് നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് കലക്കൂലി, അങ്ങനെയല്ല, വെറും അതിൻ്റെ സോഫ്റ്റായ വെറും പാലാണ് നമുക്ക് ആവശ്യം. സോ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇതിന് ഞാനിവിടെ ഈ ഒരു ശർക്കര തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അതൊരു 1/4 കിലോ കാണുമായിരിക്കും, ഇത്ര തന്നെയാണ്. അപ്പോൾ 2 തവി ഗോതമ്പ് മാവും 3 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാനിവിടെ ഈ ഒരേ ഒരു ശർക്കര 1/4 കിലോ എന്ന് വെച്ചോളൂ. ഇതിനെ പൊടിച്ച് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോവുകയാണ്, സിറപ്പ് എടുക്കാൻ പോവുകയാണ്, ശർക്കര പാനി എടുക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കലക്കിയെടുക്കണം. മാവ് വെള്ളത്തിൽ കംപ്ലീറ്റായിട്ട് അലിഞ്ഞ് ചേർന്ന വരെ നമുക്കതിനൊന്ന് ഇങ്ങനെ കലക്കിയെടുക്കണം. നമുക്കിപ്പോൾ ആദ്യം ഇതിനൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ പാല് മാത്രമല്ലേ വേണം, അപ്പോൾ അത് കംപ്ലീറ്റായിട്ട് അലിയാതെ കുറേ ഭാഗമുണ്ട് ഇതിൽ. അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, ഇത്രയും ഒരു വേസ്റ്റേജ് ഉണ്ട്. ഇത് 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇത് വേസ്റ്റ് തന്നെയാണ്, ഇത് കളയാം. ഇത് കളയാം, അല്ലെങ്കിൽ ദോശമാവ് കലക്കി ചുടണമെങ്കിൽ ചുടാം. പക്ഷെ ഞാനിപ്പോൾ കളയാൻ പോകുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഈ പാലിന് ഒന്നുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്യാം കേട്ടോ. അതായത് ഒരു ചെറിയ കണ്ണുള്ള അരിപ്പ് കൊണ്ട് നമ്മൾ പാലരിക്കൂലേ, ഇതുപോലത്തെ അരിപ്പ്, ഇതിൽ നമുക്കൊന്ന് അരിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ അരിക്കേണ്ടി വരും. ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി കിട്ടും. ഇത് സ്ട്രക്കായി നിൽക്കുകയാണ്. ഇത് വരുന്നില്ല. ഇനി ഒരിക്കൽ കൂടെ ഈ ഫിൽറ്ററിനൊന്ന് കഴുകിയെടുക്കണം, അല്ലാതെ വരില്ല. ഞാൻ ഫിൽറ്റർ ഒന്ന് കഴുകിയിട്ട് വരാം. അതിൽ കുറേ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ് മാവ്.
ഇതൊന്ന് വിടുന്നേ ഇല്ല. അങ്ങനെ ഞാനിത് 3 പ്രാവശ്യം ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിതിന് ഒരു 20 മിനിറ്റ്സ് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെള്ളം തെളിഞ്ഞ് നിൽക്കും. ആ വെള്ളം നമുക്കെടുത്ത് മാറ്റണം, അതാവശ്യമില്ല. അതിനു വേണ്ടി ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കണം. 3 പ്രാവശ്യം ഞാൻ ഫിൽട്ടർ ചെയ്തതാണ്. ഇത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ഗോതമ്പ് വെള്ളം തെളിയാൻ വെച്ചിട്ട് ഒരു ഏകദേശം 20 മിനിറ്റ്സിന് കൂടുതലായി കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ അതിന് പുറത്ത് കുറച്ചിങ്ങനെ വെള്ളം തെളിഞ്ഞ് നിൽപ്പുണ്ട്. നമുക്ക് ആ വെള്ളത്തിനെ മാറ്റണം. കാണുന്നുണ്ടോ? ക്യാമറയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. മതിയാവും. ഇപ്പം നമുക്കിതിനൊന്ന് ഒരു അടി കട്ടിയുള്ള നല്ല കടായോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലോ എന്തെങ്കിലും ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം നമുക്ക് ഈ കടായി വെച്ച് കൊടുക്കാം. എൻ്റെ നോൺ സ്റ്റിക്ക് പാൻ ഇല്ല. അത് കാരണം ഞാനിപ്പോൾ ഇത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും. വെറും വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്യുന്നവരും ഉണ്ട്. വെറുതെ നെയ്യിൽ അല്ലേ, തനിയായിട്ട് നെയ്യിൽ മാത്രം ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഞാൻ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ ഗോതമ്പ് മാവിൻ്റെ പാല്, നല്ല സോഫ്റ്റായിട്ടുള്ള ഈ പാൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കണം. ഞാൻ ഈ തവി മാറ്റിയിട്ടൊരു ചട്ടുകം പോലത്തെ സംഭവമില്ലേ, അതിലെടുക്കാം. ഇതാണ് നല്ലത്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 1/4 കിലോ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മണത്തിന് വേണ്ടി ഏലക്കപ്പൊടി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏലക്ക ഉണ്ട്. ഏലക്ക ഞാൻ പൊടിച്ചില്ല കേട്ടോ. ഏലക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏലക്ക ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ, ഒരു നല്ല മണം കിട്ടും.
ഞാൻ അതിൽ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അടിയിൽ എങ്ങനെ പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് എക്സാക്ട്ലി തിരുനെൽവേലി ഇരുട്ടുക്കട ഹൽവ കേട്ടിട്ടുണ്ടായിരിക്കും. തിരുനെൽവേലിയിലാണ് ഇരുട്ടുക്കട ഹൽവ ഫേമസ്. അത് അവർ ചൂടോടെ തരും, നമുക്ക് ഇലയിൽ വെച്ച് തരും. ചേട്ടൻ്റെ നാട്, ചേട്ടൻ വളർന്നത് ജനിച്ചതൊക്കെ നാടെന്ന് പറയാൻ പറ്റില്ല, ചേട്ടൻ ജനിച്ച് വളർന്നത് അവിടെയാണ്, തിരുനെൽവേലിയിൽ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഒക്കെ കിട്ടും. അത് ഇതേ കൺസിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെ കഴിക്കാം. കാരണം മധുരമുണ്ട്, മധുരത്തിന് മധുരമായി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പീസാക്കി കട്ട് ചെയ്തെടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതൊന്ന് മൂക്കണം, നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതെന്തായാലും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അത് എക്സ്പെഷ്യലി നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അയ്യോ അമ്മ ചെയ്തു തന്നു എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ. എൻ്റെ മോള് ഭയങ്കര ഒരു ഇതാണ്, എപ്പോഴും പറയാം അമ്മ അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം. അവൾ കഴിക്കൂലയോ അതൊന്നുമല്ല, അവൾക്ക് ചെയ്തു കൊടുക്കണം. നമ്മളെല്ലാത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് അങ്ങ് പോകും. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം ആ സ്റ്റേജ്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ഒന്നും പേടിക്കേണ്ട, ധാരാളം ചെയ്യാം കേട്ടോ. നമുക്കത് മനസ്സിലാവും ആ സ്റ്റേജ്, ഈ പാത്രത്തിനെ വിട്ട് വരും അത്. ആ സ്റ്റേജ് ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ മതിയാവും. നമുക്കിപ്പോൾ ഒരു പാത്രത്തിൽ ഇതിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കാം, അതൊരു ഭംഗിക്കായിട്ട്. നമ്മളതിനെ തിരിച്ചിടുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് അതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്, എങ്കിലിത് പുറത്ത് കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിന് ആ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം, ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ട, അങ്ങനെ അടിപൊളിയായിട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പാകമാവണം, ഒരു ഹാഫ് ആൻ അവറെങ്കിലും കഴിയണം. കഴിഞ്ഞാൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ നോക്കാം നമുക്ക്. നമുക്കപ്പോൾ ഹൽവ നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും ഒരു 20 മിനിറ്റ്സ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഇതാ സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കാണുമ്പോഴേ അറിയുന്നില്ലേ, ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴറിയാം. എല്ലാം ടേസ്റ്റ് ആണെങ്കിലും ഉഗ്രനാണ്. ഇവിടെ എൻ്റെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് ഇടണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ